അപ്പൊ ഗായ്സ് കൊറേ ആളുകൾ എന്നോട് ചോദിച്ചിനി ഞാനക്ക് പന്തളി തോറ്റിട്ട് സങ്കടല്ലേ എല്ലാരും എന്നെ നടട്ട് കൊണ്ടുപോവാണല്ലോ. എങ്ങനെയാ സങ്കടം ഉണ്ടാ? ഇതിന്റെ മുഖത്തേക്ക് നോക്കി നമുക്ക് സങ്കടം വരുമോ? ഇതിന്റെയൊക്കെ മുറ്റങ്ങളെ മുഖത്തേക്ക് നോക്കി നമുക്ക് സങ്കടം വരുമോ? ഇല്ല. അപ്പൊ എന്തുകൊണ്ടാണ് എനിക്ക് സങ്കടം ഇല്ലാത്ത മനസ്സിലായില്ലേ? നമ്മൾ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മളെ വീട്ടിൽ വന്നാൽ നമ്മളെ സങ്കടങ്ങൾ മാറണം. അപ്പൊ എനിക്ക് ഈ കല്യാണം കഴിഞ്ഞ ആളുകളോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്, നമ്മൾ കല്യാണം കഴിഞ്ഞാല് നമ്മൾ കുട്ടികളൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് ചെറിയതാണെങ്കിലും ഒരു വീട് വെക്കുക. അപ്പൊ കുറെ ആൾക്കാരുണ്ടാവും ഞങ്ങളുടെ അതിലെ പൈസ ഒന്നുമില്ല ചെങ്ങായി, എനിക്ക് വലിയ പൈസക്കാരൻ ഒരു പൈസക്കാരെ തൊലിച്ചെന്ന് കരുതുണ്ടാവും. അപ്പൊ അങ്ങനെ വിചാരിക്കണ്ട. പൈസ ഇല്ലെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് വീട് വെക്കാനുള്ള ഒരു സംഭവം അതാണ് നമ്മുടെ പെരിന്തൽമണ്ണയിലെ എക്സാ ബിൽഡേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. എങ്ങനെ ഈസി ആയി വീട് വെക്കാന്നുള്ളത് ഞാനിപ്പോ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ മക്കളെ, ഇതാണ് നമ്മുടെ എക്സാ ബിൽഡേഴ്സ് ഇന്റീരിയേഴ്സ് കേട്ടോ. പെരിന്തൽമണ്ണയാണ് ഇത് വരുന്നത്. നമുക്ക് അതിന്റെ അടുത്ത് ഒരു 20 ലക്ഷം രൂപന്റെ പ്ലാൻ ഉണ്ട്. അപ്പൊ ഞാൻ എങ്ങനെയാണ്, എത്ര രൂപയാണ് ഞാൻ ഇറക്കേണ്ടി വരിക? ഫസ്റ്റ് 20 ലക്ഷത്തിന്റെ വർക്ക് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ 60% പേയ്മെന്റ്. അപ്പൊ എത്ര വരും? 12 ലക്ഷം രൂപ. 12 ലക്ഷം രൂപ എനിക്ക് ഫസ്റ്റ് ടൈം തരണം? വേണ്ട, ഒന്നിച്ച് തന്നെ തരണമെന്നില്ല. വർക്കിന്റെ ഓരോ സ്റ്റേജിനനുസരിച്ച് 4-5 ഘട്ടങ്ങളായി തന്നാൽ മതി. 3 ലക്ഷം 2 ലക്ഷം അങ്ങനെയൊക്കെ തന്നാൽ മതി. ഓരോ ഘട്ടങ്ങളായി. ഈ 12 ലക്ഷം രൂപ ഞാൻ തരുമ്പോഴേക്ക് എവിടെ എത്തിയിട്ടുണ്ടാവും എന്റെ വീട് പണി? സ്ട്രക്ചർ വർക്ക് ഏകദേശം ആവും. ടെറസ് കഴിഞ്ഞിട്ടുണ്ടാവും, വാർത്ത് കഴിഞ്ഞു, വെള്ളം പുറത്താക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അതെ. അതല്ല, ഇതിന് ബാക്കി പൈസ എങ്ങനെയാണ്? ബാക്കി 8 ലക്ഷം രൂപ ഉണ്ടല്ലോ, അത് ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? 8 ലക്ഷം രൂപ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി, പലിശ ഇല്ലാതെ. 50 മാസം കൊണ്ട് 16,000 രൂപ വെച്ചിട്ട് 50 മാസത്തേക്കുള്ള EMI. ഇതിൽ ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ള ഉറപ്പാണ്? 100% ഉറപ്പാണ്. നമ്മൾ ഇൻട്രസ്റ്റ് ആണ് മെയിൻ ആയിട്ട് നോക്കുന്നത്, കാരണം അതിൽ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ബാങ്ക് ലോൺ അടക്കുന്നതിലേറെ അത്ര ഇരട്ടിയായിട്ട് ഇത് വരാൻ പാടില്ല. അത് ബാങ്ക് ലോൺ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്. ഇതിന് അങ്ങനെയൊന്നും ഇല്ല. ഒറിജിനൽ ഡോക്യുമെന്റ്സോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഈ 16,000 രൂപ വെച്ചിട്ട് 50 മാസം തിരിച്ചടച്ചാൽ ഈ പറഞ്ഞ 8 ലക്ഷം തന്നെ ആവുള്ളൂ, കൂടില്ല. അതേ എമൗണ്ട് വരുള്ളൂ. EMI ആയിട്ട് അടക്കാനുള്ള സൗകര്യം. അത് മാത്രമല്ല, അത് നിങ്ങൾ നേരത്തെ തിരിച്ചടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 8 ലക്ഷത്തിന്റെ 15% കുറഞ്ഞു കിട്ടും ചെയ്യും. അങ്ങനെയുണ്ട് അല്ലേ? അതായത് നമ്മളിപ്പോ ഒരു 1-2 വർഷം കൊണ്ട് തന്നെ നമ്മളിത് ഫുൾ ആയിട്ട് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിശ്ചിത പെർസെന്റേജ് സബ്സിഡി ആയിട്ട് കുറഞ്ഞു കിട്ടും ചെയ്യും. അപ്പൊ ഈ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തുകൊണ്ട് വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നവരെ ഇവരെ താഴെ കാണിച്ച കോൺടാക്ട് നമ്പറിൽ ഒന്ന് വിളിച്ച് നോക്കിയിട്ട് ഒന്ന് എൻക്വയറി ചെയ്ത് നോക്കുക ജസ്റ്റ്. എന്നിട്ട് നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം വരെയായിട്ട് ഡീൽ ചെയ്താൽ മതി. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ട് കൊട്ടക്കണക്കിന് പലിശ അടച്ചുകൊണ്ട് സമാധാനമായിട്ട് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥ ആർക്കും ഉണ്ടാവരുത്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, വീട് പണി ലൈവായിട്ട് ഗൾഫിലൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് കാണാൻ വേണ്ടിയിട്ട് ലൈവ് ക്യാമറയും സ്ട്രക്ചറൽ വാറണ്ടി വരെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഗൈസ്, ഈ പേയ്മെന്റിൽ തന്നെ നമ്മളെ പ്ലാൻ, അതായത് വീടിന്റെ പ്ലാന്, കുറ്റിയടിക്കൽ എല്ലാം ഉൾപ്പെടും കേട്ടോ. അതായത് ഇപ്പൊ ഇതൊക്കെ കണ്ടോ നടന്നുകൊണ്ടിരിക്കുന്ന വർക്കാണ്. ഇവരെന്നെ വരെ ഡിസൈനേഴ്സ് ഇത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്കും ഇങ്ങനെ വീട് പെട്ടെന്ന് വെക്കണം എന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്തോളി. ഇവരെന്നെ പ്ലാനും വരച്ച് കുറ്റിയടിച്ച് വീട് കേറ്റ് സെറ്റപ്പ് ആക്കി തരും. ഇവരെ ഓഫീസ് വരുന്നത് നമ്മളെ പെരിന്തൽമണ്ണ വാവാസ് മാളിന്റെ നേരെ ഓപ്പോസിറ്റ് ആട്ടോ. അതുകൊണ്ട് തന്നെ ഇവര് മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് മാത്രമേ ഈ വർക്ക് ഏറ്റെടുക്കുള്ളൂ. എക്സാ ബിൽഡേഴ്സ്.